നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ബാക്കി മിച്ചം വരും അല്ലേ? 1, 2, 3 എങ്കിലും വരാത്തത് കാണത്തില്ല എല്ലാവരുടെയും. അത് നമ്മൾ പിറ്റന്നാളത്തേക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കും. പക്ഷേ പിറ്റന്നാൾ രാവിലെ നമ്മൾ എടുക്കുമ്പോൾ അതൊരു ഹാർഡായിട്ടിരിക്കും. ഞാനിതാ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്, പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ ഒരു ഹാർഡായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനെ ഞാനൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരട്ടെ. ആദ്യം നമുക്ക് ഒരു തവയോ ഒരു പാനോ എന്തെങ്കിലും ഒന്ന് അടുപ്പി വെച്ചിട്ട് ഒരല്പം നെയ്യ് അതിലോട്ടൊന്ന് തൂവാമേ. ഇതാ ഒരു തവ എടുത്ത് ഞാൻ വെച്ചു. അതിലല്പം നെയ്യ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇട്ടത് വേറൊന്നും കൊണ്ടല്ല, ഫ്രിഡ്ജിലിരുന്ന നെയ്യ് ആയതുകൊണ്ട് ഒന്ന് കട്ടയായിട്ടിരിക്കുന്നു. ഇതാണ്ടോ ഒന്ന് ഈ ചപ്പാത്തി ഒന്ന് എടുത്ത് വെച്ചിട്ട് തിരിച്ചും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഈ കല്ലയിൽ കിടന്നാൽ നല്ലവണ്ണം സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഒന്ന് കാണിച്ചു തരാമേ. കണ്ടോ, ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കണ്ടോ. ഇങ്ങനെ നമുക്ക് ഈ ചപ്പാത്തിയെ സോഫ്റ്റാക്കി എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തതും ഞാനിങ്ങനെ ഇതുപോലെ ചെയ്യാൻ പോവുകയാണേ. അടുത്തത് ഞാനൊന്ന് എടുത്തിട്ടു. എന്നിട്ട് അല്പം നെയ്യ് കട്ടയായത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവിയിട്ടാൽ നമുക്ക് തിരിച്ചതിന് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. കേട്ടോ, അടിപൊളി സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. തലേ ദിവസം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെച്ചാലും പിറ്റന്നാളത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താൽ മതി. നമുക്ക് അടിപൊളി അപ്പം ഉണ്ടാക്കിയ ചപ്പാത്തി പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. ഞാൻ ഈ 4 ചപ്പാത്തി ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ പോവുകയാണേ. ഓക്കെ, ബൈ.